അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ബാബു സ്വാമിയാണത്. അദ്ദേഹം ചിറ്റൂർ തത്തമംഗലം ഈ നഗരസഭയിലെ ജീവനക്കാരനാണ്. എന്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് പല റീലുകൾ വരുന്നുണ്ട്, അപ്പോൾ എന്താണ്? ഞാൻ നമ്മുടെ ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ളൊരു ഇത് 1 മണി വരെയാണ് ഞങ്ങളുടെ ജോലി. അത് കഴിയുമ്പോൾ ഞാൻ ആത്മീയമായിട്ടുള്ള സിദ്ധസമ്പ്രദായത്തിലുള്ള ധ്യാന, മെഡിറ്റേഷൻ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ നിന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒരു കാരണം. ബാബു സ്വാമിയെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗാണ് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. അല്ല, ബാബു സ്വാമിയെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ചണ്ടാള ജയന്തിയുമായിട്ടാണ് അവിടെ ചെന്നത്. അപ്പം ഞാനും ഉണ്ടായിരുന്നു, അവിടെ നാഗാസൈരന്ധ്രി ദേവിയും ഉണ്ടായിരുന്നു. ചണ്ടാള ബാബയെ കുറിച്ചിട്ട് നാഗാസൈരന്ധ്രി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബാബു സ്വാമി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തിരുന്ന് ചണ്ടാള ബാബ ചോദിച്ചു, വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു വാചകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇത് ചിലർ വളരെ മോശമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ എന്താ? അല്ല, അത് അവരറിയാത്തത് കൊണ്ടാണല്ലേ ഈ മോശമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവർ ഇത് എന്താ സംഭവം, എന്തിനെ കുറിച്ചാണ് അവർക്കറിയില്ല. എത്ര വർഷമായിട്ട് ചിറ്റൂർ തത്തമംഗലം ഈ നഗരസഭയിൽ ജോലി ചെയ്യുന്നു? എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? ഞാൻ 96 മുതൽ ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്തു. അങ്ങനെ 2009 പെർമനന്റ് സ്റ്റാഫായിട്ട് ഇവിടെ കയറുന്നത്. ബാബു സ്വാമി എന്ന് പറയുന്നത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ സ്വീപ്പർ ജീവനക്കാരൻ കൂടിയാണ്. അദ്ദേഹം അതിനുശേഷമാണ് ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായ ആ ബാബു സ്വാമി എന്ന് വിളിക്കുന്നതാണ് ഇദ്ദേഹം. പിന്നെ ബാബു സ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബു സ്വാമി. നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബു സ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്നെപ്പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ വീരപുരുഷനെ പൊന്നു